എല്ലാവർക്കും നമസ്കാരം. ആഷി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരുന്നു. ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻവശത്താണ്. മണ്ഡല മകരവിളക്ക് വ്രതകാലം ആരംഭിക്കുകയായി. എരുമേലിയും പരിസര പ്രദേശങ്ങളും വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വ്രതശുദ്ധിയോടെ എത്തുന്ന അയ്യപ്പന്മാരെ സ്വീകരിക്കുന്നതിനും അവർക്ക് ദർശനം നൽകുന്നതിനും വേണ്ടി എരുമേലിയും ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും കൊച്ചമ്പലവും വാവര് പള്ളിയും എത്രമാത്രം ഒരുങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. എരുമേലിയും പ്രദേശങ്ങളും അയ്യപ്പൻ്റെ ചരിത്രങ്ങളും ഒക്കെ വിവരിച്ചു തരുന്നതിന് വേണ്ടി എന്നോടൊപ്പം സഞ്ചാര സാഹിത്യകാരനും എഴുത്തുകാരനും സംസ്ഥാന അവാർഡ് ജേതാവുമായ ശ്രീ രവീന്ദ്രൻ സാറ് കൂടെയുണ്ട്. നമുക്ക് ആദ്യം എരുമേലി വല്യമ്പലത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയത് കാണാം. അതിനുശേഷം നമുക്ക് കൊച്ചമ്പലത്തിലേക്ക് പോകാം. കൊച്ചമ്പലത്തിൽ നിന്നും വാവര് സ്വാമിയെ ദർശിച്ച് നമുക്ക് അയ്യപ്പൻ അന്തി ഉറങ്ങിയ പുത്തൻ വീട് കാണാം. അതിനുശേഷം മഹർഷിയെ നിഗ്രഹിച്ച രുദ്രക്കുളം കാണാം. അതിനുശേഷം തിരിച്ച് നമുക്ക് വീണ്ടും വലിയമ്പലത്തിൽ വന്ന് നമുക്ക് വലിയമ്പലത്തിലെ ഒരുക്കങ്ങൾ വിശദമായി തന്നെ കാണാം. സ്വാമി സംഗീതമാലപിക്കും താവസഗായകനല്ലോ ഞാൻ. സ്വാമി സംഗീതമാലപിക്കും താവസഗായകനല്ലോ ഞാൻ. ജപമാലയല്ലെന്റെ കൈകളിൽ മന്ത്രം ശ്രുതി വീട്ടും തമ്പുരുവല്ലോ. സ്വാമി അയ്യപ്പ സ്വാമി ശബരിമല സ്വാമി. ബ്രഹ്മയാമത്തിൻ പൂജാക്ഷേത്രത്തിൽ പൊന്നടയിൽ ഞാനിരുന്നു. ബ്രഹ്മയാമത്തിൻ പൂജാക്ഷേത്രത്തിൽ പൊന്നടയിൽ ഞാനിരുന്നു. പൊന്നമ്പലവാസൻ അയ്യപ്പൻ തന്റെ പുണ്യാക്ഷരമന്ത്രം പാടി. പൊന്നമ്പലവാസൻ അയ്യപ്പൻ തന്റെ പുണ്യാക്ഷരമന്ത്രം പാടിയേതോ നിർവൃതിയിൽ ഞാൻ തേടി. സ്വാമി സംഗീതമാലപിക്കും താവസഗായകനല്ലോ ഞാൻ. ജപമാലയല്ലെന്റെ കൈകളിൽ മന്ത്രശ്രുതി നീട്ടും തമ്പുരുവല്ലോ. സ്വാമി അയ്യപ്പ സ്വാമി ശബരിമല സ്വാമി. എരുമേലിയിലെ ആദ്യത്തെ അയ്യപ്പ ക്ഷേത്രമാണ് എരുമേലിയിൽ. അതിൻ്റെ മുന്നിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത്. നിരുപമ ഭാഗ്യം നിൻ നിർമാല്യ ദർശനം. നിരുപമ ഭാഗ്യം നിൻ നിർമാല്യ ദർശനം. നിർവൃതികരം നിൻ നാമസങ്കീർത്തനം. അസുലഭ സാഫല്യം നിൻ വരദാനം. അടിയങ്ങൾക്കവലംബം നിൻ സന്നിധാനം. കാനനവാസ കലിയുഗ വരദ. കാനനവാസ കലിയുഗ വരദ. ഏതാണ്ട് 500 വർഷത്തിന് അടുത്ത് ഉള്ള ഒരു കാലഘട്ടമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഉണ്ടായി. ഇത് നാഗരാജാവ് കുടികൊള്ളുന്ന ആൽത്തറയാണ്. ഇത് തലപ്പാറമല. തലപ്പാറമല നാഗരാജാവ്
കലിയുഗ വരദാ കൊച്ചമ്പലം പുറകിൽ കാണുന്നതാണ് വാവർപള്ളി. കൊച്ചമ്പലവും പരിസരവും നിറങ്ങൾ പൂശി ഭംഗിപ്പെടുത്തുന്ന ജോലികൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. എന്താണ് പേര്? സന്തോഷ്. ഇവിടെ എത്ര നാളായിട്ട് ഇവിടെ പെയിന്റ് ചെയ്ത് വരുന്നു? 30 വർഷമായിട്ട് അയ്യപ്പൻ്റെയും പുലിയെയും വരയ്ക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായിട്ടുള്ളത്. ശബരിമല, എരുമേലി, നിലയ്ക്കൽ തുടങ്ങിയ ഗോപുരങ്ങളുടെ എല്ലാം മുകളിൽ കയറിയിരുന്നുകൊണ്ട് ദിവ്യമായ വിഗ്രഹങ്ങൾക്ക് നിറം ചാർത്താനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ വർഷവും തുടരുന്നു. നിരുപമ ഭാഗ്യം നിൻ നിർമാല്യ ദർശനം നിരുപമ വാവർപള്ളിയിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന കൊച്ചമ്പലത്തിൻ്റെ ദൃശ്യമാണിത്. ഇതാണ് എരുമേലി പേട്ടയുടെ ദൃശ്യം. അതിമനോഹരമായാണ് വാവർപള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പള്ളിയുടെ പുറകുവശമാണ്. ഇതാണ് പള്ളിയുടെ പ്രവേശന കവാടം. പള്ളിക്ക് ചുറ്റും ഭക്തർ ഒരു വലം വയ്ക്കുന്നു. അതിനുശേഷമാണ് വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളി പോകുന്നത്. അയ്യപ്പന്മാരല്ലെങ്കിലും അമ്പലത്തിൽ വരുന്ന ആളുകളൊക്കെ ഈ വാവര് പള്ളിയിലും കൂടെ കയറി ആ പള്ളിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് അവർ കണ്ട് ഇറങ്ങിപ്പോകുന്നത്. കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളൽ ആരംഭിച്ച് വാവർപള്ളി സന്ദർശിച്ച് നേർച്ചയിട്ട് വാവർപള്ളിയിലെ പ്രധാന പ്രസാദമായ കുരുമുളക് വാങ്ങി വലിയമ്പലത്തിലേക്ക് അയ്യപ്പ ഭക്തർ പേട്ടതുള്ളി പാട്ടും പാടി പോകുന്നു. മൊത്തത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ ലാളിത്യമാർന്ന മുഖമാണ് എരുമേലിയിൽ ദർശിക്കാൻ കഴിയുന്നത്. പള്ളിയുടെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: ഹേ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു. തമ്മിൽ വെറുക്കപ്പെടാനും കലഹിക്കാനുമല്ല. തീർച്ചയായും ദൈവസന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. തീർച്ചയായും ദൈവം സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയും ആകുന്നു. അയ്യപ്പൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നല്ലോ വാവര്. അതെ. ഈ വാവരും അയ്യപ്പനും തമ്മിലുള്ള സൗഹൃദത്തെ കുറിച്ച് ഒന്ന് പറയാമോ? വാവരും അയ്യപ്പനുള്ള സൗഹൃദം തുടങ്ങുന്നത് തന്നെ അവരുടെ ഈ ഒരുമിച്ച് കളരി പഠിക്കാൻ കളരി പഠിക്കാൻ പോയ ചരിത്രം. ആ കളരി പഠിക്കാൻ പോയ ആ കാലഘട്ടം തൊട്ടാണ് ഇവരുടെ സൗഹൃദം ദൃഢമായി പോകുന്നത്. പക്ഷെ അത് മുന്നോട്ട് വന്ന് ഇവിടെ ഈ എരുമേലിൽ ഈ മഹിഷിയെ നിഗ്രഹിച്ചതിന് ശേഷം ഇവിടെ കുടിയിരുത്തുകയായിരുന്നു. നീ ഇവിടെ ഇരുന്നു, എരുമേലിരുന്നു, നിന്റെ സ്ഥാനം ഇതാണ്. ഞാനിപ്പം പുലിപ്പാല് തേടി സന്നിധാനത്ത് നീ വരികയെ വേണ്ട, പുലിപ്പാല് തേടി ഞാൻ പോവുകയാണ്. അപ്പൊ നീ എന്റെ കൂടെ പറയണ്ട, നീ ഇവിടെ നിന്നു. എന്നെ കാണാൻ വരുന്ന അയ്യപ്പഭക്തന്മാർ ഇവിടെ വന്ന് നിന്നെ കണ്ടതിന് ശേഷം എന്നെ കാണാനായിട്ട് വരുവുള്ളൂ. അതുകൊണ്ട് നിന്റെ സ്ഥാനം ഇതാണെന്ന് പറഞ്ഞ് പിന്നെ അയ്യപ്പൻ വാവരെ ഇവിടെ ബലമായിട്ട് നിർത്തിയിട്ട്, അതായത് നിന്റെ സംരക്ഷണം, നീ ജനങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട, സംരക്ഷണം കൊടുക്കേണ്ട, നിന്റെ സ്ഥാനം ഇതാണ് എന്ന് പറഞ്ഞ് അതെ നമ്മുടെ ഇതിന്റെ ചരിത്രം. കന്നി അയ്യപ്പന്മാർ തീർച്ചയായും അനുഷ്ഠിക്കേണ്ട ഒരു ചടങ്ങാണ് എരുമേലി പേട്ടതുള്ളൽ. കരിമലക്കോട്ടയുടെ അധിപനായിരുന്ന ഉദയനന്റെ നേതൃത്വത്തിലുള്ള മറവപ്പടയെ തോൽപ്പിക്കുവാൻ അയ്യപ്പനും സൈന്യവും എരുമേലിൽ എത്തിച്ചേർന്നുവെന്ന് കരുതപ്പെടുന്ന സംഭവത്തിന്റെ സ്മരണ പുതുക്കലാണ് പേട്ടതുള്ളൽ എന്നാണ് സങ്കല്പം. പേട്ടതുള്ളലിൻ്റെ ആചാരത്തെക്കുറിച്ച് മറ്റൊരു അഭിപ്രായം കൂടി നിലനിൽക്കുന്നുണ്ട്. നാട്ടിൽ എന്നും കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ക്രൂരനായ മഹിഷിയെ അയ്യപ്പൻ നിഗ്രഹിച്ചതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് പേട്ടതുള്ളൽ എന്നും പറയപ്പെടുന്നു. മഹിഷി നിഗ്രഹത്തിനായി അയ്യപ്പൻ എരുമേലിയിൽ വന്നപ്പോൾ അന്തിയുറങ്ങിയ വീടാണ് പുത്തൻ വീട്. കൊച്ചമ്പലത്തിൽ നിന്നും വലിയമ്പലത്തിലേക്ക് പോകുന്ന വഴി 200 മീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പ്രധാന റോഡിൽ നിന്നും 50 മീറ്ററോളം റോഡിൽ നിന്നും നടന്ന് അകത്തേക്ക് പോകേണ്ടതുണ്ട്. പുത്തൻ വീട്ടിൽ എത്തി. വീടിൻ്റെ തിണ്ണ കരിയും ചാണകവും ഉപയോഗിച്ച് മെഴുകി വൃത്തിയാക്കിയിരിക്കുന്നു. ശ്രീ അയ്യപ്പൻ്റെ പാദം തൊട്ട പുണ്യ സ്ഥലമാണിതെന്ന് പറയുന്നു. വീടിൻ്റെ ഭിത്തി തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. തടി കുറേയൊക്കെ ചെതലെടുത്ത്
പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട് നശിച്ചു പോകാതെ ഇതിന് മേൽക്കൂരയിൽ ഷീറ്റിട്ട് ആണ് ഇപ്പോൾ ഈ വീട് സംരക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് അയ്യപ്പൻ കിടന്ന മുറി. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച വാളാണിതെന്ന് ചരിത്രം പറയുന്നു. എന്നും രാവിലെ മുതൽ രാത്രി വരെ വിളക്ക് ഇവിടെ കത്തിച്ചു വയ്ക്കുന്നു. ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ മുറിയിൽ കയറി അയ്യപ്പൻ ഉപയോഗിച്ച വാള് കാണാവുന്നതാണ്. നേരത്തെ ഈ ഗ്രില്ല് ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ സൂക്ഷിച്ചിരുന്ന ഒരു ഗണപതിയുടെ വിഗ്രഹം ആരോ ഇവിടെ ദർശിക്കാൻ വന്ന ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയതിന് ശേഷമാണ് ഈ മുറി ഗ്രില്ലിട്ട് വേർതിരിച്ചിരിക്കുന്നത്. പുണ്യസ്ഥലം കണ്ടു. ഇനി നമുക്ക് 100 മീറ്റർ ദൂരെയുള്ള രുദ്രക്കുളം കാണാം. കേശാദിപാദം തൊടുന്നേ ഇത് എന്ത് കുളമാ? ഇത് തിരുമേനി കുളം എന്ന് പറയും. തിരുമേനി കുളം. ഇവിടെ തിരുവല്ലാവളംകാര് തിരുമേനിമാര് ഇവിടെ വസിച്ചിരുന്നതാണ് ഒരു കാലഘട്ടത്തില്. അന്ന് ഇവിടെ ഒരുപാട് വിഗ്രഹ ആരാധന ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം. ഈ പ്രദേശങ്ങളെല്ലാം മുഴുവൻ വിഗ്രഹമായിരുന്നു. മുഴുവൻ വിഗ്രഹങ്ങളായിരുന്നു. അപ്പൊ അവര് കുളിക്കുവാനും കുടിക്കാനായിട്ട് ഉപയോഗിച്ച തിരുമേനി കുളമാണത്. അത് നോക്കിയാൽ മനസ്സിലാകാൻ രുദ്രക്കുളം കാണാം. രുദ്രക്കുളം കാണാം. നമുക്ക് കാണാം. എരുമേലിയിലെ ദേവസ്വം ബോർഡ് ഹൈസ്കൂളാണിത്. ഇതിന് സമീപമാണ് രുദ്രക്കുളം. ഇതാണ് അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച രുദ്രക്കുളം. ഇനി നമ്മൾ ആദ്യം കണ്ട എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുകയാണ്. കൊച്ചമ്പലത്തിൽ നിന്നും 500 മീറ്ററിന് താഴെ മാത്രമേ ദൂരം വലിയമ്പലത്തിലേക്ക് ഉള്ളൂ. ഇതിന് ഇടയിലാണ് പുത്തൻ വീടും രുദ്രക്കുളവും സ്ഥിതി ചെയ്യുന്നത്. പേട്ട കൊച്ചമ്പലം വന്നതിന് ശേഷം ഏതാണ്ട് 100 വർഷത്തെ പ്രായമേ ഈ വലിയമ്പലത്തിന്. അന്ന് ഈ വലിയമ്പലം കെട്ടിപ്പിടുത്തത് മേപ്പഴയൂർ മനയുടെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം. അതായത് റാന്നി കർത്താക്കന്മാരായിരുന്നു അതിൻ്റെ ഭരണകർത്താക്കൾ. വൃശ്ചികം 1 മുതൽ ഏതാണ്ട് 65 ദിവസക്കാലം ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് എരുമേലിയും പരിസര പ്രദേശങ്ങളിലും നാം കാണുക. രാത്രിയോ പകലൊന്നോ ഇല്ലാതെ അയ്യപ്പഭക്തന്മാരുടെ തിരക്കുകളാണ് ഈ 65 ദിവസക്കാലവും എരുമേലിയിൽ പരിസര പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ കഴിയുക. ശബരിമല തീർത്ഥാടനത്തിൽ എരുമേലി പാദവും പമ്പ ഉടലും ശബരിമല ശിരസുമായിട്ടാണ് സങ്കല്പം. വൃശ്ചിക മാസം വരുന്നതിന് 7 ദിവസം മുമ്പത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അയ്യപ്പന്മാർ പേട്ടതുള്ളി വലിയമ്പലത്തിൽ എത്തിയ ശേഷം ഈ നദിയിലാണ് കുളിച്ച് ശുചിയാകുന്നത്. ആ സ്ഥലത്ത് മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുന്നത് നീക്കം ചെയ്യുന്ന ജോലികൾ നടന്നു വരുന്നതേയുള്ളൂ. ആകെ വൃത്തിഹീനമായാണ് ഇപ്പോൾ കിടക്കുന്നത്. ചപ്പും ചവറും ചെളിയും കല്ലും കമ്പും ഒക്കെയുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തർ വന്ന് കുളിച്ചിട്ട് പോകേണ്ട പുണ്യനദിയുടെ നവംബർ മാസം 9-ാം തീയതിയിലെ ദൃശ്യമാണിത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ എത്തിച്ചേരുന്ന ഒരു പ്രധാന സ്ഥലമാണിത്. ഇത് വലിയമ്പലത്തിൻ്റെ ഗോപുരമാണ്. ഈ വലിയമ്പലത്തിൻ്റെ മുൻവശത്തുള്ള പഴയ ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ മൈതാനത്തിൻ്റെ ദൃശ്യമാണിത്. ഈ സ്കൂളിൻ്റെ മുൻവശം ഒരു മൈതാനമാണ്. ഏകദേശം
200 ലോഡ് പൂഴിമണ്ണ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. ഈ കെട്ടിടത്തിലാണ് ഫയർഫോഴ്സിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ഒക്കെ താൽക്കാലിക ഇൻഫർമേഷൻ സെൻറ്റർ പ്രവർത്തിക്കേണ്ടത്. അമ്പലത്തിനോടും പ്രധാന വഴിയോടും ചേർന്ന് വിശാലമായ ഒരു പ്രദേശമാണ് മണ്ണുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് എരുമേലി ക്ഷേത്രത്തിനോടും പരിസരത്തോടും ഇത്ര അവഗണന എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെയൊക്കെ അയ്യപ്പ ഭക്തർ വിരിവെക്കുന്ന സ്ഥലമാണ്. തീർത്ഥാടന കാലം ഇങ്ങടുത്തെത്തിയിട്ടും ഈ പുണ്യപ്രദേശമായ എരുമേലി ഇപ്പോഴും വൃത്തിഹീനമായി കിടക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചപ്പുചവറുകൾ നിരന്ന് കിടക്കുന്നു. ഇതാണ് എരുമേലിയിലെ പ്രധാന വാഹന പാർക്കിംഗ് ഗ്രൗണ്ട് ആയ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. തുരഹവാഹനം സുന്ദരാനനം വരദായുധം ദേവവർണ്ണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിധനയം പ്രഭും ദിവ്യദേശികം. ത്രിദശപൂജിതം ചിഞ്ചിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ.